ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജി, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ളൊരു ഫീലിങ്സ്, ഒരു സിറ്റുവേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികളുടെ ഒരു എനർജീസ് തന്നെയാണ്. കാരണം നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് ധാരാളം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതും വളരെ സന്തോഷകരമായിട്ടുള്ള നിങ്ങളുടെ മൊമെൻറ്റ്സ് ആയിരിക്കാം. ഈ ഒരു പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് തീർത്തും മാറി നിൽക്കുന്നൊരവസ്ഥ അല്ല. ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊട്ടും ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ കെയറോ കാര്യങ്ങളോ തരാതെ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരവസ്ഥ. അതായത് നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പരിഗണനയോ ശ്രദ്ധയോ കെയറിങ്ങോ ഒന്നും തരുന്നില്ല എന്ന് ഈ ഒരു വ്യക്തിക്ക് തന്നെ ഉത്തമ ബോധ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചില കേസസിനകത്തൊക്കെ കാണാറുണ്ട്, നമുക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഫോക്കസ് ചെയ്യുന്നില്ല, വേറെ പല കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പാർട്ട്ണറോട് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ തോന്നലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഞാൻ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അവർക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത് അതുപോലെയല്ല കൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യം നല്ലതുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ആ ഒരു അവസ്ഥയിൽ ഈ പേഴ്സണ് വളരെയധികം നിരാശയുണ്ടെന്നുള്ളതാണ്. അവർ മാനസികമായിട്ട് അതോർത്ത് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റീസെൻ്റായിട്ട് 2 തവണ നടത്തിയ ആ ഒരു ലൈവ് റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ പോലെയുള്ള ഒരു ഏകദേശം ഒരു എനർജി തന്നെയാണ് ഇവിടെ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് സെപ്പറേഷനിലായിരിക്കാം, ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, നോ കോണ്ടാക്റ്റിലായിരിക്കാം, ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെപ്പറേഷനിൽ വേദനിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെയും ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിനകത്തും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ വ്യൂവേഴ്സിൽ തന്നെ ഏറ്റവും ഒരു ഹൈ എനർജിയിൽ നിൽക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ പാർട്ട്നേഴ്സിൻ്റെയൊക്കെ എനർജീസ് തന്നെ ആയിരിക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് വിസിബിളായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി മറ്റേതൊരു കാര്യത്തിനകത്താണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഓരോ തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അവരൊരു ട്രാപ്പിനകത്ത് അകപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവരതിനകത്ത് സ്റ്റക്കായിപ്പോയി. ആ ഒരു വ്യക്തി വേണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ആ ഒരു പേഴ്സൺ. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് പോകാൻ കഴിയാത്തതെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ആ ഒരു 8 ഓഫ് സോർഡ്സ്, ആ ഒരു ട്രാപ്ഡ് എനർജിയുടെ താഴെ തന്നെയാണ് ഹാങ്ഡ് മാൻ എനർജി വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവരുടെ ഒരു സാക്രിഫൈസ് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ട് താല്പര്യം ഉള്ളത് കൊണ്ടല്ല, പക്ഷേ മറ്റുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിർബന്ധിതമായ ചില സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്തേ മതിയാവൂ എന്നുള്ള തരത്തിലുള്ള ആ ഒരു എനർജി കൊണ്ടായിരിക്കാം. അപ്പോൾ അതാണ് അവർക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്തത്. മാനസികമായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യം നമ്മളുടെ മനസ്സിനകത്ത് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ പോലെ ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ എന്താണെന്നുള്ള ആ ഒരു റൈറ്റ് പാത്തിലേക്ക് കയറി സഞ്ചരിക്കണം എന്നുള്ളതാണ്. മനസ്സിനകത്ത് വെക്കുമ്പോൾ അതിൻ്റെ നമ്മളുടെ ഒരു ഫീലിങ്സ് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പേഴ്സണും അങ്ങനെയുള്ളൊരു കാര്യത്തിനകത്താണ് ഈ കുടുങ്ങി കിടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു കാര്യത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സിറ്റുവേഷനിലായിരിക്കുന്ന ഒരു സമയത്ത് പോലും അവർ നിങ്ങളുടെ വശത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആംഗിളിലും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇത്ര പെയിൻഫുള്ളായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് തന്നെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റിലെങ്കിലും ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുന്നത് എനിക്കൊന്നും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല.
എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു ധാരണ ഇല്ല എന്നവർ പറഞ്ഞിട്ടുണ്ടാവും. കാരണം അതാണ് അവരുടെ ഒരു മാനസികാവസ്ഥ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലവേഴ്സ് എനർജി കാണാം. ദാറ്റ് മീൻസ് ഒരു മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറയുന്ന പോലെയുള്ള എനർജിയാണ്. അതായത് അവരുടെ ഒരു റൈറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് റീപ്ലേസ് ചെയ്യാനായിട്ട് മറ്റാർക്കും കഴിയില്ല എന്ന് ഈ ഒരു പേഴ്സൺ തന്നെ അറിയാം. ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ടുപേരുടെ ചോയ്സസ് ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ നമ്മൾ ചില ഇതിൽ പറയുന്ന പോലെ ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യങ്ങൾ തന്നെയായിരിക്കാം നിങ്ങളെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരാളുടെ കുറവ് മറ്റൊരാളിലൂടെ പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥ. ഇപ്പോൾ കറൻലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നന്നായിട്ട് തന്നെ ഉത്തമ ബോധ്യമുള്ളൊരു കാര്യമാണ് നിങ്ങൾ തന്നെയാണ് അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ. അല്ലാതെ എക്സ് ഓർ വൈ ആരായാലും അവർക്കാർക്കും നിങ്ങളെ റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ ഇവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് ഇരിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് ഈ ഒരു വ്യക്തിക്ക് തന്നെ നല്ല രീതിയിൽ ബോധ്യം ഉണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അബ്രോഡുള്ള വ്യക്തികളായിരിക്കും. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ട്രാവലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത ജോബ് എന്തെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ട്രാവലിംഗ് ഭയങ്കരമായിട്ട് താല്പര്യമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. മേ ബി നമ്മൾ അവരുടെ ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു ട്രാവലിംഗ് എന്നുള്ള പർപ്പസിലൂടെ പോകുന്നൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ആ ഒരു ജേണിക്കെല്ലാം ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ടെന്നുള്ളതാണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള പേഴ്സൺ ആയിരിക്കും. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ദീർഘദൂര യാത്രകളൊക്കെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്രകൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു ട്രിപ്പ് നിങ്ങൾ പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ ഒരു ജേണി ട്രാവലിംഗ് എല്ലാം ഇതിനകത്ത് കണക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ അവർ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തൂടെ ഈ ഒരു പേഴ്സൺ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടാലും ഈ ഒരു പേഴ്സൺ അപ്പോൾ നിങ്ങളുടെ കാര്യമാണ് ഓർമ്മ വരുന്നത്. അതുപോലെയുള്ള ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്വഭാവം ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ വളരെ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കും. അതായത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യും. ആരോടെങ്കിലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് ചിലപ്പോൾ പറയാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അത്രയും ആ ഒരു സൗഹൃദം ഒന്നും മറച്ചു വെക്കാത്ത തരത്തിലുള്ള സൗഹൃദം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു റിലേഷൻഷിപ്പാണ്, ലവേഴ്സാണ്, വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്നവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ച വ്യക്തികളായിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്രയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടി ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനകത്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നിരിക്കാം. ചിലരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നായിരിക്കും ഒരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോകുന്നത്. ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഉണ്ടാവാം, അതിൽ നിന്ന് രണ്ടുപേര് പ്രണയിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കോമൺ ഫ്രണ്ട്സൊക്കെ അതിനകത്ത് ഒരു പ്രത്യേക പരിഗണന ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവരുടെ ഒരു എനർജി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അത്രയും ഓപ്പണപ്പായിട്ട് സംസാരിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ്, അല്ലെങ്കിൽ ആ ഒരു തുറന്ന സൗഹൃദം സ്നേഹമൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് മറച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റേജിലെങ്കിലും ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സീക്രറ്റ്സ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്കും അറിയുന്നൊരു കാര്യമായിരിക്കാം, എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞിട്ടില്ല, എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇനിയും അറിയാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ചിലപ്പോൾ നിങ്ങളും കരുതിയിട്ടുണ്ടാവും. കാരണം ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. എല്ലാ കാര്യങ്ങളും അതേപടി തുറന്ന് പറയാനോ അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി തരാനോ ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ചില കാര്യങ്ങൾ ഓപ്പണപ്പായിട്ട് സംസാരിക്കണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ധാരണയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവരായിട്ട് മുൻപിൽ വന്ന് ചെയ്യാനുള്ള ഒരു ഫിയറും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണൊരു ഫിയർ ഉണ്ട്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനെ ആയിരിക്കും, ഏതെങ്കിലും വ്യക്തികളെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ട്. ആ ഒരു ഭയം തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റക്നെസ്സിനുള്ള കാരണവും. അപ്പോൾ ഇവരുടെ ഒരു കൺഫ്യൂഷനായിട്ടുള്ള അവസ്ഥ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് തന്നെ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി പല കാര്യങ്ങൾക്കും ഉണ്ടാക്കണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കോമൺ ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ മുഖേന ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് ഒട്ടും അറിയാത്തൊരു പേഴ്സണൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ്ലി അവർക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് തരത്തിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് ഉറപ്പുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ആത്മാർത്ഥ സുഹൃത്തോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വഴി ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു പേഴ്സൺ കോൺടാക്ട് ചെയ്യുന്നുള്ളതാണ്. അതായത് അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ക്ലാരിറ്റി തരണം, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണം എന്നുണ്ട്.
അപ്പോൾ ഇവരായിട്ട് ചിലപ്പോൾ നേരിട്ട് മുൻപോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് ആരെങ്കിലും ഇടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാനുള്ളൊരു അവസ്ഥ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതായത് ആരെങ്കിലും ഭയന്നിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും ഫോൺ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ ചുറ്റും ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിനകത്ത് പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായത് ഡയറക്റ്റ്ലി മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളോടൊന്ന് സംസാരിക്കണമെങ്കിൽ പോലും പലരെയും ഭയക്കേണ്ടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു പ്രൈവസി ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മാർഗം തന്നെ അവർ സ്വീകരിച്ചേക്കാം. ഇനി അതുപോലെ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നതും ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് അത്രയും താല്പര്യമുള്ള, മാനസികമായിട്ട് അത്രയും ഫീലിങ്സ്, ഇമോഷൻസൊക്കെ നിങ്ങളോടുള്ള ഒരു പേഴ്സണാണ്. ഏത് സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു തീരുമാനമൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കാം. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നൊരു പേഴ്സണല്ല, ചിലപ്പോൾ പലരെയും പേടിക്കുന്ന ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പിന്മാറിക്കൊടുക്കുന്ന ഒരു എനർജി. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാക്രിഫൈസ് എനർജി. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഒരുപാട് സ്നേഹം ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അത്രയും ഒരു കോൺടാക്റ്റിൽ അല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലായിട്ട് പോലും പലപ്പോഴും നിങ്ങൾ ഓർക്കുന്നതും, അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനർജിയിലേക്ക് പോകുന്നതെല്ലാം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു വേർഡ്സ് എന്താണെന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് സീക്രറ്റ്സ് ആണ്. ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. അതായത് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് ആ ഒരു പേഴ്സൺ തന്നെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിനകത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇൻസെപ്പറബിൾ എന്നുള്ളൊരു എനർജിയാണ്. അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ, ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കും, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ട് എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഇനി തേർഡ് കാർഡ് എന്ന് പറയുന്നത് സാബോട്ടാഷ് എന്നുള്ളൊരു എനർജിയാണ്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അതായത് അവരുടെ തന്നെ ഒരു റിഗ്രറ്റ് പോലെയാണ് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാനായിട്ട് കഴിയും. അതായത് നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നശിപ്പിച്ചതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാതെ മാറി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്തെങ്കിലും ഒരു മൗനം പാലിച്ച് നിന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു അവസ്ഥയിലാവാനുള്ള കാരണം അവരാണെന്നുള്ള കുറ്റബോധം കൊണ്ടായിരിക്കാം. നമ്മൾ ആ ഒരു സ്പ്രെഡിനകത്ത് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്നും നിങ്ങൾക്കൊരു സമയം തരുന്നില്ല എന്നുള്ളതൊക്കെ ഇവർക്ക് അറിയാം. ആ ഒരു കാര്യം നിങ്ങൾ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ ഒരു പേഴ്സൺ അറിയുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമം, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഈ ഒരു വ്യക്തിക്കുണ്ട്. ഇനി അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ടൈമാണ്. ഐ എം എഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അതായത് അവർക്കൊരു ഭയം തോന്നുന്നുണ്ട്, അവരൊരുപാട് വൈകിപ്പോയോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവരൊരുപാട് താമസിച്ചു പോയോ, കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്നുള്ള ആ ഒരു ഭയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് റിവീൽ എന്നുള്ളൊരു കാർഡാണ്. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അതായത് നിങ്ങളോട് സത്യം പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ചില സത്യങ്ങൾ നിങ്ങളോട് പറയാതിരുന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു രഹസ്യ സ്വഭാവമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു ഇമോഷൻസ്, അവരുടെ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഇത്തരത്തിലാണ് ഇന്നത്തെ റീഡിങ്ങിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. കാര്യം ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയോ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഓവറോളായിട്ട് നിങ്ങൾക്കും കൂടി ഒരു റെസനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലൂസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് സെപ്റ്റംബർ മന്താണ്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്, ലെറ്റർ ടി. പത്തനംതിട്ട, ലെറ്റർ ഒ. മലപ്പുറം, വിർഗോ സോഡിയാക് സൈൻ, പുണർദം നക്ഷത്രം, ഓഗസ്റ്റ് മന്ത്, നമ്പർ 15, ജൂൺ മന്ത്, Pisces zodiac sign, letter Q, തൃക്കേട്ട, കോഴിക്കോട്, letter Y, letter B, letter A, പൂരുട്ടാതി നക്ഷത്രം, നമ്പർ 1,
സ്കോർപിയോ സോഡിയാക് സൈൻ, കാർത്തിക നക്ഷത്രം, ആൻഡ് ഫൈനലി സജിറ്റേറിയസ് സോഡിയാക് സൈൻ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതോടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റേതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.